പാലക്കാട് പോത്തുണ്ടിയിൽ ചെന്താമര കൊലപ്പെടുത്തിയ സുധാകരന്റെ ഇളയ മകൾ അഖിലയ്ക്ക് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 3 ലക്ഷം രൂപ അനുവദിക്കാൻ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. ഷീജ നൽകും വിവരങ്ങൾ. ഷീജ, എന്തായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 3 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാനാണ് നിലവിൽ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമുണ്ടായിരിക്കുന്നത്. തീർച്ചയായും അതാണ് പാലക്കാട് നെന്മാറയിലെ പോത്തുണ്ടിയിലാണ് ഈ ചെന്താമരയിൽ കൊല ചെയ്യപ്പെട്ട സുധാകരൻ എന്നയാളുടെ ഇളയ മകളായ കുമാരി അഖിലയ്ക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക അനുവദിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. 3 ലക്ഷം രൂപയായിരിക്കും അഖിലയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം എടുത്തിരിക്കുന്ന തീരുമാനം. ഇതിന്റെ തുടർ നടപടികൾ എത്രയും വേഗത്തിൽ സ്വീകരിച്ചുകൊണ്ട് തുക വേഗത്തിൽ ലഭ്യമാക്കുക എന്നൊരു നിർദ്ദേശം തന്നെയാണ് മുഖ്യമന്ത്രി നിലവിൽ നൽകിയിരിക്കുന്നത്. ഷീജ, മന്ത്രിസഭാ യോഗത്തിലുണ്ടായ മറ്റ് തീരുമാനങ്ങൾ കൂടി. തീർച്ചയായും മറ്റു ചില ധനസഹായങ്ങൾ തന്നെയാണ് പ്രധാനമായും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ 2023 ജനുവരി മുതലുള്ള പ്രകൃതി ദുരന്തത്തിൽ പൂർണ്ണമായും ഭാഗികമായും വീടുകൾ നാശനഷ്ടം സംഭവിച്ചവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക അനുവദിക്കുന്നതിന് വേണ്ടി തീരുമാനമായിട്ടുണ്ട്. മത്സ്യബന്ധനം നിരോധിച്ചുകൊണ്ടുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പിനെ തുടർന്ന് തൊഴിൽ നഷ്ടം സംഭവിച്ചതുണ്ട്. അതിൽ മത്സ്യത്തൊഴിലാളികൾക്കും അവരുടെ അനുബന്ധ കുടുംബങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും തുക അനുവദിക്കുന്നതിന് വേണ്ടിയും തീരുമാനമായിട്ടുണ്ട്. മറ്റൊന്ന്, ഇടുക്കി ജില്ലയിലെ കട്ടപ്പന വില്ലേജിൽ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്ന ജോലിക്കിടെ മരണപ്പെട്ട തമിഴ്നാട് സ്വദേശികളായ ജയറാം, മൈക്കിൾ, സുന്ദരപാണ്ഡ്യൻ എന്നിവരുടെ ആശ്രിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 5 ലക്ഷം രൂപ വീതം അനുവദിക്കുന്നതിനും ഇന്ന് തീരുമാനമായിട്ടുണ്ട്. കൂടാതെ പോലീസിൽ 20 റിസർവ് ഇൻസ്പെക്ടർ തസ്തിക സൃഷ്ടിക്കുന്നതിനും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.